നമസ്കാരം. എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് കേരളത്തിൻ്റെ പുതിയ കൃഷിമന്ത്രിയായിട്ട് ടി സിദ്ദീഖിന് കൃഷിയുടെ വകുപ്പ് കൊടുത്തു കഴിഞ്ഞപ്പം അദ്ദേഹം അസംതൃപ്തനായി. അദ്ദേഹത്തിന് കൃഷി വകുപ്പ് വേണ്ട എന്ന് പറഞ്ഞതായിട്ട് കേട്ടു. അദ്ദേഹം വനം ആഗ്രഹിച്ചതാണ്. അദ്ദേഹം വയനാടുമായിട്ട് ബന്ധപ്പെട്ട് വയനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം വനം ആഗ്രഹിക്കുന്നു എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തെ സിദ്ദീഖ്, ഞങ്ങളൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെ വളർന്നവരാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ ശാസ്ത്രഗതിയും സയൻസ് ഫോർ എഡ്യൂക്കേഷനും അങ്ങനെ പല പല പരിപാടികൾ. ആദ്യമായിട്ട് ഒരു ശാസ്ത്ര ഗ്രന്ഥം എൻസൈക്ലോപീഡിയ അത് ഉണ്ടാക്കാൻ വേണ്ടി KSSB തീരുമാനിച്ചപ്പം അതിൽ ഈ ബുക്കിൽ പടങ്ങൾ വെട്ടി ഒട്ടിച്ചിട്ട് ആ പടങ്ങളുടെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് തരുന്നതും അല്ലാതെ ഞങ്ങളും കൂടെ ചേർന്നിട്ട് ഇതിന് ഒരു അടിക്കുറിപ്പ് എഴുതുന്ന ഒരു ജോലി ഞങ്ങൾ കുറച്ച് പേര് ഏറ്റെടുത്തതിൽ ആ ടീമിലുള്ള ആളാണ് ഞാൻ. എൻ്റെ ഒരു അൻസാരി. ഞാനിപ്പോൾ റെയിൽവേയിലാണ്. ഞാനിത് പറയാൻ കാരണം ഡോക്ടർ ലത്തീഫ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇപ്പോൾ 1 വർഷമാകുന്നേ ഉള്ളൂ. അദ്ദേഹം ഹോമിയോ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹമാണ് കൃഷിക്ക് അനുയോജ്യമായ ഹോമിയോ മെഡിസിൻ കണ്ടുപിടിച്ചത്. ഡി ആർസനിക്ക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ. ആർസനിക്കം കൂടിക്കഴിഞ്ഞാൽ ഈ ചെടികളിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും അതിന് ആർസനിക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ ചെടികളിൽ ഉണ്ടാകുന്ന ഉൽപ്പാദന വർധനവിനെക്കുറിച്ചും അത് സ്വയം വളം വലിച്ചെടുത്തുകൊണ്ട് എങ്ങനെയാണോ കൃഷി വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്നത് ആർട്ടിഫിഷ്യൽ വളങ്ങളില്ലാതെ, ഇതിന് ഡോക്ടറെ സഹായിച്ച ആൾ ഞാനാണ്. എൻ്റെ തോട്ടത്തിലൊരു 30 ഏക്കർ കൃഷി ഇടം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. വരൾച്ച അനുഭവിക്കുന്നൊരു സ്ഥലമായിരുന്നു. വെള്ളം വർഷത്തിൽ 4 മാസം കിട്ടും. അവിടെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മരുന്നുകൾ പരീക്ഷിച്ചിട്ട് ഈ മരുന്നുകളുടെ പൊട്ടൻസി മനസ്സിലാക്കാൻ വേണ്ടി ഇതിൽ നിന്നുള്ള ഉൽപ്പാദനം ഞങ്ങൾ അദ്ദേഹം പറയുന്ന രീതിയിൽ തന്നെ അതിന് അളവുകോൽ വെച്ച് എങ്ങനെയാണോ മരുന്ന് കൊടുക്കേണ്ടത് ആ മരുന്നിൻ്റെ രീതികളെല്ലാം ഞങ്ങളത് പരീക്ഷിച്ചിട്ടാണ് ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് അദ്ദേഹം അവസാനം ഇറക്കിയതും വൻ വിജയമാകുകയും ഇന്ന് കോയമ്പത്തൂർ, ഈറോഡ്, സേലം, ഈ നമ്മുടെ പാലക്കാടിൻ്റെ വടക്കൻ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു കാർഷിക വിപ്ലവം തന്നെ നടക്കുന്ന ഈ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഇതിൻ്റെ നോഹോ വേറൊരു കമ്പനിക്ക് കൊടുത്തു. അവരാണിപ്പോൾ നടത്തുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരം എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് അത് ഇത്ര ഒരുപാടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ജൈവമായിട്ട് തന്നെ നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചെടുക്കാം. പിന്നെ പെട്ടെന്ന് തന്നെയാണ് ഇതിൻ്റെ ഓരോ പ്രോഡക്റ്റിൻ്റെയും മേന്മ, ക്വാളിറ്റി 10 മടങ്ങല്ല, അതിൽ കൂടുതൽ വർധനമാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ വാഴയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ഈ തൊളുവൻ എന്ന് പറയുന്നത് നമ്മുടെ പൂവന് ഞങ്ങൾ ഈ മരുന്ന് ആദ്യം പരീക്ഷിച്ചപ്പം എൻ്റെ ഒരു കൊലയിലെ ഒരു പഴം, കൊല തന്നെ വലുതാണ്, 150 കായൊക്കെ വരും. അതിൽ ഒരു പഴം 1 കിലോ തൂങ്ങുമായിരുന്നു. അപ്പം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരു കൊലയ്ക്കപ്പോൾ എത്രയുണ്ടെന്ന്. അത് ഈ കറക്റ്റ് പാകം വന്നു കഴിയുമ്പം ഇത് അടർന്ന് താഴെ വീഴുക. അത് കഴിഞ്ഞ് 1 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവുക പഴം. കാര്യം അത്രമാത്രം നല്ല ഒരു പഴമായിരുന്നു ഞങ്ങൾ വികസിപ്പിച്ചെടുത്തത്. കാര്യം അത് വികസിപ്പിച്ചെടുത്തത് ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ വളം ചെയ്ത് കഴിഞ്ഞപ്പം ഉണ്ടായ റിസൾട്ടാണത്. നെല്ല് അതുപോലെ തന്നെ വളരെ വലിയ നെല്ല്, നല്ല രുചിയുള്ള നെൽക്കതിര്, വളരെ വലിയ നെൽക്കതിര് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് ഈ മഞ്ഞളിപ്പ് രോഗമൊക്കെ അതിൽ നിന്ന് മാറിക്കിട്ടി. ഇതുപോലെ തെങ്ങിൽ ഞങ്ങൾ ഉപയോഗിച്ചപ്പോഴത്തേക്കും തെങ്ങിൽ ഉണ്ടായ ഈ എലി ശല്യം അതില്ലാതായി. അതുപോലെ തന്നെ ഈ വണ്ട്
കുത്തി ഈ കൊച്ചിങ്ങ താഴെ വീഴുന്നു, അത് മാറിക്കിട്ടി. അങ്ങനെ ഈ മരുന്ന് കൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഓരോ പൊട്ടൻസിയാണ് ഈ തെങ്ങിൽ കൊടുക്കുന്നത് എങ്ങനെയാണ് ഓരോന്നോരോന്നെന്ന് അദ്ദേഹം ഞാൻ പറയുന്നതനുസരിച്ച് ഞങ്ങൾ ചെയ്തു. അതിൻ്റെ റിസൾട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അതനുസരിച്ചാണ് ആ മരുന്നുകളെല്ലാം ക്രോഡീകരിച്ചത്. ഇന്ന് എസ് പി എസ് എന്നൊരു കമ്പനി അതിന് വളരെ ഭംഗിയായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. അദ്ദേഹം മരണപ്പെട്ടെങ്കിലും ആ മരുന്നുകളെല്ലാം ഇന്ന് കർഷകർക്ക് വല്ലാതെ പ്രയോജനപ്പെടുന്നുണ്ട്. ഈ മരുന്നിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വന്യജീവികളെ അകറ്റി നിർത്തും. കാടിൻ്റെ അടുത്തൊക്കെ ഈ മരുന്ന് ഉപയോഗിച്ച് നമ്മൾ തളിച്ചു കഴിഞ്ഞാൽ ആ ചെടികളിലുണ്ടാകുന്ന ഒരു ഗന്ധം, ആ ഗന്ധം കാരണം കാട്ടാനയോ കാട്ടുപന്നിയോ ഒന്നും പിന്നെ ആ ഭാഗത്ത് അടുക്കൂല. അപ്പം അങ്ങനൊരു ഗുണമുണ്ട്. ഇത് ഞാൻ തന്നെ ഒരു 8 വർഷം മുമ്പ് സാറ് പറഞ്ഞനുസരിച്ച് തിരുവനന്തപുരം മൃഗശാലയിൽ ഇത് കൊടുത്തിരുന്നു. കാര്യം അവിടെ ഈ വളർത്തു മൃഗങ്ങൾ കേജ് പൊട്ടിച്ച് വെളിയിൽ ചാടുന്നു. അത് ചില സമയത്ത് മ്യൂസിയത്തിൽ നിന്ന് തന്നെ വിളിപ്പോകാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പം മ്യൂസിയം ഡയറക്ടറായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ട് എൻ്റെ കയ്യിലാണ് മരുന്നെന്ന് വെച്ചത്. ഞാനാണ് മ്യൂസിയം ഡയറക്ടറെ അത് മരുന്ന് കൊണ്ട് ഏൽപ്പിക്കുന്നത്. ഇങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള നോഹവ് ഉണ്ട്. അത് വെച്ച് തന്നെ നമ്മുടെ കാർഷിക വിളകളിൽ ഒരു അതിവിപ്ലവം നടപ്പിലാക്കാൻ പറ്റും. ഞാൻ ഫാമിംഗ് കോർപ്പറേഷനിൽ കൊമേഴ്സ്യൽ ഓഫീസറായിട്ട് ഒരു 6-7 വർഷം ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. അന്ന് ഞങ്ങളാണ് അവിടെ വേസ്റ്റ് ലാൻഡ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ കർഷകരെ കൊണ്ട് തന്നെ വേസ്റ്റ് ലാൻഡിൽ കൃഷി ഇറക്കി. ആ കൃഷിയിൽ നിന്നാണ് സ്മോൾ ഫാമേഴ്സ് അഗ്രി കൺസോർഷ്യം എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി. ഓണച്ചന്ത ആദ്യമായിട്ട് പുനലൂർ 1997 96 ഏറ്റവും കൂടുതൽ പഴത്തിന് വില കൂടിയപ്പം തമിഴ്നാട്ടിൽ എന്നൊക്കെ വന്നിട്ട് അന്നത്തെ കാലത്ത് 1 കിലോ പഴം 100 രൂപ എന്നൊക്കെ പറഞ്ഞൊരു ഓണത്തിന് വിലയുണ്ടായപ്പോൾ ഞങ്ങളാണ് ആദ്യത്തെ ഓണച്ചന്ത പുനലൂർ തുടങ്ങിയിട്ട് 35 രൂപയ്ക്ക് 1 കിലോ ഏത്തയ്ക്ക സപ്ലൈ ചെയ്യുകയും പെട്ടെന്ന് തന്നെ അതിന് ഡിമാൻഡ് ഉണ്ടാകുകയും ഡിമാൻഡ് പഴത്തിന് ഡിമാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ മാർക്കറ്റിന് ആവശ്യത്തിൽ കൂടുതൽ ഞങ്ങൾ സാധനം അവിടെ കൊണ്ടുവന്നത് കാരണം ഈ തമിഴ്നാട് ലോബിയുടെ കളി നടക്കാതെ വരികയും പിന്നെ വില കുറയുകയും ചെയ്ത് അങ്ങനെ റെഗുലേറ്റ് ചെയ്തതാണ്. അതിനുശേഷം ഈ സ്മോൾ ഫാമേഴ്സ് അഗ്രി കൺസോർഷ്യം കേരള ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അത് ഒരു പ്രത്യേക ഒരു വകുപ്പായിട്ട് തന്നെ മാറി. അപ്പം ഇങ്ങനെ വേസ്റ്റ് ലാൻഡ് മാനേജ്മെൻറ്റ് കേരളത്തിൽ ഇന്ന് ഈ ഒരു 30 വർഷം മുമ്പ് എത്ര പെർസെൻറ്റേജ് വയലുകളുണ്ടായിരുന്നു അതിൻ്റെ ഒരു 8-1 പോലും ഇന്നില്ല. അപ്പോൾ അതെല്ലാം വേസ്റ്റ് ലാൻഡായിട്ട് മാറിയിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഇതുമാതിരി ഈ ഞങ്ങളന്ന് ഫാമിംഗ് കോർപ്പറേഷനിൽ അന്ന് എങ്ങനെയാണോ ഇത് ഉൽപ്പാദിപ്പിച്ചത്, ഞങ്ങൾ വളവും വിത്തും കൊടുത്തിട്ട് കർഷകരെ കൊണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് അത് തിരിച്ചെടുത്ത് അവർക്ക് അതിൻ്റേതായിട്ടുള്ള വേതനം കൊടുക്കുകയും ഇത് മാർക്കറ്റിൽ ഞങ്ങൾ ഇറക്കുകയും ചെയ്തുകൊണ്ടാണ് അന്ന് അവിടെ ഒരു വിപ്ലവം തന്നെ സംഭവിച്ചത്. അന്ന് പി ജോർജ് ആയിരുന്നു കൃഷിമന്ത്രി. അപ്പം ഇത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് റബ്ബർ കർഷകർക്ക്. ഞങ്ങൾ ഫാമിംഗ് കോർപ്പറേഷനിൽ ഈ റബ്ബറൈസ് റോഡ് ഉണ്ടാക്കി. അപ്പം അന്ന് ട്രിവാൻഡ്രം റബ്ബർ വർക്സിലും ഉണ്ട്. ഞങ്ങൾ കുറേ മാനേജർമാർ ഫാമിംഗ് കോർപ്പറേഷനിൽ റബ്ബർ വർക്സിൽ വന്നിരുന്നു. അപ്പം മലേഷ്യയിൽ നിന്ന് റബ്ബറൈസ് റോഡിൻ്റെ ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ ഒളിച്ച് കടത്തിയെന്ന് വേണേൽ പറയാം. ഞങ്ങളവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുകയും നമ്മുടെ തിരുവനന്തപുരത്തെ രാജവീതി റബ്ബറൈസ് ചെയ്തു. അതിന് ഭയങ്കര റിസൾട്ടായിരുന്നു. അതുപോലെ ഫാമിംഗ് കോർപ്പറേഷൻ്റെ അകത്തുള്ള റോഡ് ഞങ്ങൾ റബ്ബറൈസ് ചെയ്തു. അത് വല്ലാത്തൊരു വിജയമായിരുന്നു. അതിന്നും ഈ ഫാമിംഗ് കോർപ്പറേഷനിലെ റബ്ബറൈസ് റോഡ് ഇന്നുകൊണ്ട് രാജവീതി റബ്ബറൈസ്ഡാണ്. അത് ബാൻബറി മെഷീൻ എന്നൊരു മെഷീൻ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം റബ്ബർ വർക്സിൽ. ആ ബാൻബറി മെഷീനൊക്കെ വഴിയാണ് ഞങ്ങളിതിനെ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ബാൻബറി കൂട്ടി നാച്ചുറൽ റബ്ബർ കൊണ്ട് ഞങ്ങൾ റബ്ബറൈസ് ചെയ്തത്. പക്ഷെ അതിനെ പൊട്ടിക്കാൻ വേണ്ടി ഇന്ത്യൻ കോർപ്പറേഷനും ഭാരത് പെട്രോളിയം അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് സിന്തറ്റിക് റബ്ബർ കൊണ്ടുവന്ന് നമ്മുടെ PWD റോഡുകൾ ഞങ്ങൾ റബ്ബറൈസ് ചെയ്യാൻ പോയത് അവർ ഈ സിന്തറ്റിക് റബ്ബർ വെച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവരതിനെ അട്ടിമറിക്കുകയും പിന്നെയും ട്രിവാൻഡ്രം റബ്ബർ വർക്സ് എയർ ഇന്ത്യയുടെ ഹാങ്ങറായി മാറിക്കഴിഞ്ഞപ്പം ഈ ബാൻബറി മെഷീനൊക്കെ പൊളിച്ചുകളയുകയും ചെയ്തു. പക്ഷേ ആ ടെക്നോളജി നമ്മൾ വിജയിപ്പിച്ചെടുത്താണ്. അപ്പോൾ നമ്മൾ കൃഷിമന്ത്രിക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെ പരീക്ഷിച്ച് വിജയിപ്പിച്ച ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഈ 5 വർഷം എന്ന് പറയുന്നത്
5 വർഷത്തിന് മുമ്പ് തന്നെ 2 വർഷം കൊണ്ട് തന്നെ നമുക്കിത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. കാര്യം ആദ്യത്തെ വിളവിന് നമുക്ക് വളങ്ങളുടെ ആവശ്യമില്ല. കാര്യം ഇന്ന് വളങ്ങൾ കൊണ്ട് നമ്മുടെ കൃഷിഭൂമിയൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ആദ്യത്തെ കൃഷിക്ക് അല്ലെങ്കിൽ ആദ്യത്തെ 1 വർഷം 1.5 വർഷത്തെ കൃഷിക്ക് വെളിയിലുള്ള ഒരു വളവും വേണ്ട. വളം കുറയുമ്പോഴാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ കൃഷി രീതി അതനുസരിച്ച് സമ്പ്രദായം അനുസരിച്ച് നമുക്ക് കൃഷിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വയം പര്യാപ്തത പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ 2-2.5 വർഷം കൊണ്ട് തന്നെ നമുക്ക് സ്വയം പര്യാപ്തത അച്ചീവ് ചെയ്യാൻ പറ്റും. വെളിയിൽ നിന്നൊന്നും നമുക്ക് ഒന്നും കൊണ്ടുവരണ്ട. ജൈവമായി തന്നെ നമുക്ക് കൃഷി ഉൽപ്പാദനം ഇവിടെ ഉണ്ടാക്കുകയും നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികളും നെല്ലും എന്താണോ നമുക്ക് വേണ്ടത് അതെല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പം ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിയായ സിദ്ദീഖിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു പറഞ്ഞാൽ, ശാസ്ത്രാർത്ഥ പരിഷത്തിൽ ഞങ്ങളൊക്കെ ശാസ്ത്രഗതിയൊക്കെ യുറേക്കായും ശാസ്ത്രഗതിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതിനെ ഒരു സയൻസ് ഫോറത്തിൻ്റെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുമ്പം അതിനെ ഏറ്റെടുത്ത് വലിയ രീതിയിൽ ഒരു സയൻസ് മൂവ്മെൻറ്റ് നടത്തിയ ആളാണ് സിദ്ദീഖ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് സത്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം അതിനുശേഷം ഞങ്ങൾ ഒക്കെ വിട്ട് പഠനത്തിന് വേണ്ടി പോകുമ്പോൾ പിന്നെ പരിഷത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടുപോയി. പരിഷത്തിന് അടുപ്പ് ഉണ്ടാക്കിയ 2 പേരിൽ ഒരാൾ ഞാനാണ്. അങ്ങനെ അതിനെ ക്ലേ കുടച്ച് അടുപ്പ് ഉണ്ടാക്കി അതിൻ്റെ എൻതാൽപ്പി കണ്ടുപിടിച്ച് നമ്മളൊരു ഒരു 30 മോഡൽ ആയിരക്കണക്കിന് അടുപ്പുണ്ടാക്കിയിട്ട് ഒരു 30 മോഡൽ മാറ്റി അത് പരിഷത്തിനെ ഏൽപ്പിക്കുകയും പരിഷത്ത് പിന്നെ അതിൽ നിന്നും വീണ്ടും ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് ഈ അടുപ്പിനെ കുറച്ചുകൂടെ അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തിട്ടാണ് പരിഷത്ത് അടുപ്പ് പുറത്തിറക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് അനർട്ട് എന്ന് പറഞ്ഞൊരു ഏജൻസിനെ ഞങ്ങളുടെ ലീഡറായിരുന്നു രാമണ്ണയുടെ നേതൃത്വത്തിൽ അനർട്ട് ഫോം ചെയ്യുന്നത് കേരള ഗവൺമെൻറ്. അന്ന് 18 വയസ്സ് എനിക്ക് തികയാത്തത് കൊണ്ടാണ് എന്നെ ആ ടീമിൽ അവിടെ ജോലിക്ക് അബ്സോർവ് ചെയ്യാത്തത്. അതേസമയം 18 വയസ്സ് കഴിഞ്ഞ് ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരെയും ആ അനർട്ടിലേക്ക് അബ്സോർവ് ചെയ്തു. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന പ്ലാനിംഗ് കമ്മീഷനിലെ ഡെപ്യൂട്ടി ഡയറക്ടറൊക്കെ ആയിട്ടിരുന്ന ഉണ്ണികൃഷ്ണൻ ഒക്കെ ആ സമയത്ത് ഞങ്ങളുടെ അവിടെ വന്നത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും പുള്ളി ഉണ്ണികൃഷ്ണൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങളെ വന്ന് പ്രോത്സാഹിപ്പിക്കുക ചെയ്തിട്ടുണ്ടിരുന്നതാണ്. അപ്പോൾ അവർക്കെല്ലാം അറിയാം ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പരിഷത്ത് വഴി ഈ ഇങ്ങനെ കൃഷി രീതികളും കാർഷികമായിട്ട് വിപ്ലവത്തിന് വേണ്ടി തുടക്കം കുറിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഞങ്ങളും എല്ലാവരും ടീമപ്പ് ചെയ്തുകൊണ്ടാണ് പിൽക്കാലത്ത് എനിക്കിങ്ങനെയുള്ള പ്രോജക്ട്സിലെല്ലാം ഇടപെടാൻ സാധിച്ചതും. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് ബഹുമാനപ്പെട്ട മന്ത്രി കണ്ടിട്ട് ഇപ്പം ഞങ്ങളൊക്കെ ഞാൻ ഈ വർഷം റെയിൽവേയിൽ നിന്ന് റിട്ടയർ ചെയ്യും. ഈ വർഷമല്ല, അടുത്ത വർഷം 27 മെയ്യിൽ റിട്ടയർ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യത്തിന് വേണ്ടിയുള്ള കൂടെ എന്ത് സഹായത്തിനും ഹെൽപ്പിനുമൊക്കെ അങ്ങനെ വന്ന് നമ്മുടെ എന്തെങ്കിലും വേണമെങ്കിൽ, അല്ലാതെ തന്നെ ഈ പ്രഗത്ഭ മന്ത്രിയായ എന്നെക്കാളും പ്രാഗൽഭ്യമുള്ള ഒരുപാട് പേര് ഉണ്ട്. അപ്പോൾ അവരൊക്കെ വെച്ച് തന്നെ ഇതങ്ങ് നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ ഒരു റിസർച്ചായിരുന്നു അന്ന് പരിഷത്തിന്, ഞങ്ങളുടെ റിസർച്ചായിരുന്നു ഈ മഞ്ഞളിപ്പ്, തെങ്ങിൻ്റെ ഓലകളിലുള്ള മഞ്ഞ. എങ്ങനെയാണ് മഞ്ഞ നിറത്തിലാകുകയും ഓല പൊട്ടിപ്പോവുകയും ചെയ്തെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെറിയൊരു വർക്ക് നടത്തി, ഒരു സെൻസസ് പോലെ ഒരു റിസർച്ച് വർക്ക് നടത്തി. അതിൽ നിന്നാണ് മനസ്സിലായത്, വെയിലടിച്ചിട്ട് പഞ്ചസാര മണൽ വളരെ ചൂടാകുകയും അതിൽ നിന്നുള്ള റേഡിയേഷൻ വഴിയാണ് ഇങ്ങനെ അവിടെ സംഭവിക്കുന്നതെന്നും ആ ഭാഗങ്ങളിലെല്ലാം ക്യാൻസർ, ആ ഭാഗത്തുള്ള വീടുകളിലെല്ലാം ഒരു വീട്ടിൽ തന്നെ 1, 2, 3 ക്യാൻസർ പേഷ്യൻസ് ഉണ്ടെന്ന് അന്ന് ഞങ്ങൾ 35 വർഷം മുമ്പ് 40 വർഷം മുമ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചത്, ഞങ്ങൾ പരിഷത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അന്ന് MP പരമേശ്വരൻ സാറും അതുപോലെ ഇക്ബാൽ സാറും ഡോക്ടർ ഇക്ബാലും അങ്ങനെ പ്രഗത്ഭമതികളായിട്ടുള്ള ഒരുപാട് പേര്, അരവിന്ദാക്ഷൻ സാറ്, അങ്ങനെ എനിക്ക് ഇനി അവരെല്ലാവരുടെ പേര് പറയുമ്പോൾ ഭാസ്കര പണിക്കർ സാർ, ഇനി അത്ര വേണം പറയാനുണ്ട്. അത്രയധികം ആൾക്കാരാണ് ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഭാസ്കര പണിക്കർ സാറാണ് ഈ ശാസ്ത്രലോകം എന്ന് പറഞ്ഞ ആ ഒരു
ശാസ്ത്ര കൗതുകം എന്നൊരു എൻസൈക്ലോപീഡിയ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പേരെ തിരഞ്ഞെടുക്കുകയും അതിലൊന്ന് സഹകരിക്കാൻ എനിക്ക് സാധിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെയാണ്. അപ്പം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ഞങ്ങളുടെയൊക്കെ ഇങ്ങനെയുള്ളൊരു എൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ ബഹുമാനപ്പെട്ട മരണപ്പെട്ടു പോയ ഡോക്ടർ ലത്തീഫ് സാറിൻ്റെ ആ ഹോമിയോ മരുന്നൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ഇന്ന് തമിഴ്നാട്ടുകാർ, ഈ കോയമ്പത്തൂരുകാരും നമ്മുടെ വടക്കൻ പാലക്കാടുള്ളവരൊക്കെ അനുഭവിക്കുന്ന ഒരു സന്തോഷം കൃഷിയിൽ അതും കേരളം ഒട്ടാകെ പടർത്തി ഏറ്റവും നല്ല കൃഷി ഉള്ള നമ്മുടെ സ്വയം നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാം ഉൽപ്പാദിപ്പിക്കാവുന്ന ലെവലിലേക്ക് നമുക്ക് ഈ 5 വർഷത്തിൻ്റെ ഭരണത്തിന് പകുതി എത്തുമ്പം തന്നെ നമുക്ക് അങ്ങനെ എത്താൻ പറ്റും. ഇപ്പം തന്നെ അത് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ റിസർച്ച് ഇതെല്ലാം പേപ്പർ കാര്യങ്ങളുണ്ട്, നമ്മൾ മുമ്പ് ചെയ്തതിൻ്റെ എല്ലാ വിവരങ്ങളും ഉള്ളതുകൊണ്ട് നമുക്കത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റബ്ബറൈസ്ഡ് റോഡ്, കേരളം ഒട്ടാകെ എല്ലാ റോഡും നമുക്ക് റബ്ബറൈസ് ചെയ്യാൻ പറ്റും. ഈ NH ഒഴിച്ച് NH ഏതായാലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കയ്യിലാണ്. ബാക്കിയുള്ള PWD റോഡുകളും ലോക്കൽ അതോറിറ്റീസിൻ്റെ റോഡുകളൊക്കെ തന്നെ നമുക്ക് റബ്ബറൈസ് ചെയ്യാൻ പറ്റും. ഒരിക്കൽ റബ്ബറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടികളെ ടയറിനും സുഖം, റോഡും പൊളിയൂല. നമ്മളിപ്പോഴത്തെ ഇക്കോളജിക്ക് ഏറ്റവും നല്ലതാണ്. നമുക്കുള്ള റബ്ബറിന് തനതായ ഒരു മാർക്കറ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാം ഇത്രയും ഭംഗിയായിട്ട് ശുഭകരമായിട്ട് ഇത് തുടങ്ങട്ടെ, വിജയിക്കട്ടെ. ഇത് UDF ഗവൺമെൻറ്റുകൾ തന്നെയാണ് മുമ്പും വളരെ ഭംഗിയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും ശാസ്ത്രാർത്ഥ പരിഷത്തിൻ്റെ പഴയ ആളുകളൊക്കെ ഇപ്പോഴുണ്ട് പലരും. അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വം കിട്ടും. അപ്പം ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ തന്നെ ഞാനത് അവതരിപ്പിക്കുകയാണ്. കാര്യം എനിക്ക് കൃഷിമന്ത്രിയായിട്ട് നേരിട്ട് ആരുമായിട്ട് വലിയ പരിചയവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അറിയാവുന്നവരിത് അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നമ്മുടെ നാടിന് ഗുണം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.